എല്ലാത്തിനും ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയുടെ കോർ എന്താണെന്ന് വെച്ചാൽ അതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ് മൂവി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാതെ പറയുന്ന ഒരു സിനിമയാണത്. അടുത്ത ഷൈനികം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയെ പറ്റി പറഞ്ഞ വാചകങ്ങളാണിത്. ഉഴപ്പന്മാരായിട്ടുള്ള ജീവിതത്തിൽ ഒരു അച്ചടക്കമില്ലാത്ത നിസ്സാര കാര്യത്തിന് വഴക്കിടുന്ന ആണുങ്ങൾ. അവർ താമസിക്കുന്ന വീട്ടിലേക്ക് കുറച്ച് സ്ത്രീകൾ കടന്നു വരുന്നു. അതോടുകൂടി ജീവിതത്തിൽ ഇവർക്ക് ഉത്തരവാദിത്ത ബോധം വയ്ക്കുന്നു. പണിക്ക് പോകുന്നു, ജീവിതത്തിൽ അച്ചടക്കം വരുന്നു. ഇതല്ലേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് സ്ത്രീയെയും പുരുഷനെയും നമ്മുടെ സമൂഹം ഓൾറെഡി വേർതിരിക്കുന്ന രീതിയിലല്ലാതെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നിടത്താണ്. സിനിമയിൽ പലയിടത്തായി സ്ത്രീ എന്നത് ഒരു വിശുദ്ധ കന്യാമറിയത്തെ പോലെയാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉത്തരവാദിത്തമില്ലാത്ത ആണുങ്ങളുടെ വീട്ടിലേക്ക് സ്നേഹമുള്ള സ്ത്രീകൾ കടന്നു വരുമ്പോൾ ആണുങ്ങൾ നന്നാവാറുണ്ടോ? പലപ്പോഴും ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന സിനിമയിലെ പോലത്തെ അവസ്ഥയാണ് കാണാറ്. ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാൻ വീട്ടുകാരും ഭാര്യയും എത്ര ശ്രമിച്ചിട്ടും ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു. എന്ത് ചെയ്താലും നന്നാകുന്നില്ല എന്ന് കാണുമ്പോൾ ഭാര്യ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കും. സ്ത്രീ എന്നാൽ മാതൃവാത്സല്യമാണ്, അമ്മയാണ്, സ്നേഹമാണ്, ആഴക്കടലാണ് എന്നൊരു പ്രജുഡിസ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ സെറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അച്ചടക്കമില്ലാത്ത ആണുങ്ങൾ പോലും സ്ത്രീകൾ വന്നാൽ നന്നാകും എന്നൊരു സാമൂഹിക ബോധം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. എടാ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ആരും ചായക്കട തുടങ്ങും. ഞാനേ ഒരാണാണ്. കല്യാണം കഴിഞ്ഞു, ഇനി ഭാര്യയാണ് ഭർത്താവിനെ നന്നാക്കേണ്ടേ എന്ന് പറയുന്ന എന്തോരം സിനിമകൾ മലയാളത്തിലുണ്ട്. ഇവൻ നന്നാകുകയില്ല മോളെ, നീ വേണം ഇനി ഇവനെ നന്നാക്കി എടുക്കാൻ. കുറെ ചികിത്സ ഇപ്പൊ കഴിഞ്ഞില്ലേ, ഞാനൊരു ചികിത്സ പറയാം. ഒരു വിവാഹം അങ്ങോട്ട് നടത്തുക, അതും ഇതിന്റെ ഒരു ചികിത്സാവിധിയാ. അതേ ഗണത്തിൽ തന്നെ ഇതും കാണാൻ പറ്റുള്ളൂ. ഒരു സന്ദർഭത്തിൽ ഷൈനികത്തിന്റെ കഥാപാത്രത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇച്ചിരി മണ്ടനാണ്, ഞാൻ അവനെ നന്നാക്കിക്കോളാം എന്നൊക്കെ. ഇച്ചിരി ഫ്രീക്കനാണ്, ഇച്ചിരി മണ്ടനാണ്, പക്ഷെ ഇത് രണ്ട് ഡാർക്ക് കൊടുത്താൽ മാറുന്നേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ഇതേ വാചകം തന്നെ ജയറാമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നീ എന്റെ മുറപ്പെണ്ണാടി, തരക്കേടില്ലാത്ത ഫിഗറാ, പക്ഷേ ലേശം തലക്കനുണ്ട്. ഒരു താലി മേടിച്ച് കഴുത്തി കെട്ടിയിട്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം.